PP അജേഷിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് കഥ പറയുമ്പോൾ തന്നെ മറുവശത്ത് സ്ത്രീധനം കൊടുത്ത് എങ്ങനെങ്കിലും ഈ പെൺകുട്ടിയെ ഇറക്കി വിടാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സ്ട്രഗിൾ പറയുന്നുണ്ട്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അജേഷ് വില്ലനായി പോകുമായിരുന്നു. അല്ല, അജേഷ് അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഒരു പൂർണ്ണ നായകനെന്ന് പറയാൻ പറ്റില്ല. അജേഷ് വില്ലൻ തന്നെയാണ്. അജേഷിന് വില്ലൻ ഇതുണ്ട്. അതുപോലെ തന്നെ മരിയാനോയിൽ ആ പാവത്തരവും എല്ലാം ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാജിക്ക്, അല്ലെങ്കിൽ ആരാണ് വില്ലൻ എന്നുള്ള വരുന്നതെന്ന് വെച്ചാൽ, അജേഷിനെ സംബന്ധിച്ച് ന്യായം എന്ന് പറയുന്നൊരു പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ കൊടുത്ത ഒരു മുതൽ വേറൊരാൾ എടുത്തുകൊണ്ട് പോയി. അവിടെ അയാൾക്ക് വില്ലനാവാം. ഇത് തിരിച്ചെടുത്താൻ വേണ്ടി എന്ത് തരത്തിലുള്ള ഒരു വില്ലൻസി എന്നല്ല, അതിനുവേണ്ടി അയാൾ ഏതറ്റം വരെയും പോകാൻ അയാൾ ശ്രമിക്കുമ്പോൾ അയാൾ രണ്ട് കണ്ണും വേറുള്ള അതിൻ്റെ വൈകാരികതകളൊക്കെ അയാൾ അനുഭവിക്കുന്നുണ്ട് അപ്പുറത്തെ വശത്ത്. പക്ഷെ അയാൾക്ക് അത് ഒരു പരിധിക്കപ്പുറം അയാൾക്കത് നോക്കാൻ പറ്റില്ല. അയാൾ മരിയാനോ അയാളുടെ മുതലാളിയോടത്തെ എങ്ങനെയാണോ മരിയാനോ അയാളുടെ മുതലാളിയെടുത്ത് വളരെയേറെ അയാൾ വിശ്വസ്തനാണ്. നമ്മളത് പറയുന്നുണ്ട്, എൻ്റെ മുതലാളി അറിയുമെന്ന് പറയുന്നുണ്ട്. തിരിച്ച് ഈ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും തിരിച്ച് ഈ ഇദ്ദേഹത്തിനെ അജേഷിനെ സംബന്ധിച്ച് അവകാശമുണ്ട്. എൻ്റെ മുതലാളി, എൻ്റെ ഉപാൾഡ് മുതലാളി എന്ന് പറഞ്ഞാൽ വേറെ മുതലാളിയെ പറയുന്നുണ്ട്. എൻ്റെ മുതലാളിയോട് ഞാനും അതേപോലെ വിശ്വസ്തനായിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചോദ്യം അജേഷിനുണ്ട്. അപ്പോൾ അജേഷിൽ ആണ് ന്യായം കൂടുതലിരിക്കുന്നു എന്നുള്ള കാരണത്തിലാണ് സ്വാഭാവികമായും അജേഷ് നായകത്വത്തിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ചർച്ചകളിൽ വളരെ കാര്യമായി ഈ സിനിമയെ പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ വന്നൊരു ചർച്ച എന്ന് പറയുന്നത്, അത് സ്റ്റെഫി ഗ്രാഫ് പറയുന്നുണ്ട്, മല പോലൊരു രാക്ഷസൻ്റെ മുന്നിലേക്കാണ് എന്നെ എറിഞ്ഞു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വലുപ്പവും അയാളുടെ സ്വഭാവം എല്ലാം കൃത്യമാണ്. അയാളുടെ പകുതി പോലും ഇല്ലാത്ത അജേഷ്, ഇത്തിരി മാത്രമുള്ള അജേഷിൻ്റെ അടുത്ത് പലപ്പോഴും മറ്റേ ആദ്യം കാണിക്കുന്ന സ്റ്റണ്ട് സീനിൽ മറ്റേ ചൂണ്ട എറിഞ്ഞ് ഒരാളെ പിടിക്കുന്ന ക്രൂരതയുണ്ട്. പക്ഷേ അജേഷിനെ ആദ്യം കാണുമ്പോഴും ഫേസ് ചെയ്യുമ്പോഴും അജേഷിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തിനുള്ളത് അയാൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണോ അയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന്? അല്ല, ഇതിൻ്റെ അകത്ത് സത്യത്തിൽ മരിയാനോയിൽ ഒരു അജേഷുണ്ട് വലുതായിട്ട്. എന്തുകൊണ്ട് പെങ്ങളെ കൂടെ കിട്ടിച്ചൂടാനുണ്ട്? മാത്രമല്ല, മരിയാനോയ്ക്ക് എന്തുകൊണ്ട് ഒരു അജേഷായിട്ട് അയാളും അയാളുടെ മുതലിൻ്റെ മേൽ അയാൾ എന്ത് വയലൻ്റായിട്ടാണ് അയാൾ അറ്റാക്ക് ചെയ്തിട്ടാണ് അയാളുടെ കെട്ടിൽ നിന്ന് ഒരു കുറച്ച് കൊഞ്ചിനെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് അയാൾ അത്ര വയലൻ്റായിട്ട് അറ്റാക്ക് മണപ്പിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്ര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മരിയാനോയ്ക്ക് ഒരു ലെവലിനപ്പുറത്തേക്ക് അയാൾക്കറിയാം ഞാൻ ചെയ്യുന്നതില്ല, ഇവനിലാണ് ന്യായം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലാണ് ചില സ്ഥലങ്ങളിൽ മരിയാന പുറന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിലും ഈ കുത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയിൽ ഇയാൾ വളരെ മെല്ലോടായിട്ട് ഇയാൾ പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എന്ന് ഇയാൾ ഒന്ന് തണുത്ത് പോകുന്നതാണ്. പിന്നീട് അയാൾക്ക് അജേഷ് ഒരു മാർക്കറ്റിംഗ് പേഴ്സണാണ്. അയാൾക്ക് നന്നായിട്ട് ഡയലോഗ്സും ശബ്ദവും അനുസരിച്ചൊക്കെ പറയാൻ പറ്റും. പക്ഷെ മരിയാനെ സംബന്ധിച്ച് അയാളൊരു ഒറ്റ ഭാവമുള്ള അയാളൊരു സാധാരണ മനുഷ്യനാണ്. അയാൾക്ക് ഡയലോഗ് ഇല്ലാതായി പോകുന്ന ഒരു സ്ഥലത്താണ് ഇയാൾ പിച്ചാത്തി ഊരി ഇത് ചെയ്യുന്നത്. ആശയം തീർന്നു എന്ന് മാത്രമല്ല, മറ്റവനെ കണക്കുള്ള സംസാരിക്കാനുള്ള കഴിവില്ല ഈ പറഞ്ഞത്. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുമ്പോഴത്തേക്കാണ് ഇയാൾ ഈ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.